അമിത വേഗതയിൽ വന്ന ടിപ്പർ ലോറി സ്വകാര്യ ബസ്സിൽ ഇടിച്ച അപകടം. ഇന്ന് രാവിലെ കവലിയൂർ ഗുരുമന്ദിരത്തിന് സമീപമുള്ള കൊച്ചുപാലത്തിനടുത്താണ് സംഭവം. ആറ്റിങ്ങൽ നിന്നും വർക്കല ഭാഗത്തേക്ക് പോയ RKV ബസ്സും എതിർദിശയിൽ വന്ന ടിപ്പറുമാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചുപാലത്തിനടുത്ത് വെച്ച് അമിത വേഗതയിൽ വന്ന ടിപ്പർ ലോറി ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്തു വന്ന് നിയന്ത്രണം വിട്ട് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ് സമീപത്തുള്ള വീടിന്റെ മതിലിലിടിച്ച് ഓടയിലേക്ക് ചരിഞ്ഞു. ടിപ്പർ ലോറി ഓട്ടോയിലും ഇടിച്ച ശേഷമാണ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയത്. ആളെടുത്ത് വന്ന വരവായിരുന്നു. അതായത് ഇവിടെ ഒരു ടിപ്പറാറ് എതിരെ വരെയായിരുന്നു. ടിപ്പറാറും അവിടുന്ന് അങ്ങോട്ട് വന്നപ്പോഴേ കുഴപ്പമായിട്ട് വരെയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാണ്. അതിന് മുമ്പേ ഒരു ആട്ടോ ഉണ്ടായിരുന്നു. ആട്ടയെ ഓവർടേക്ക് ഇവൻ്റെ വെള്ളം കേട്ട് ആട്ടോ ഒതുക്കി കൊടുത്തു. ആട്ടോ ഒതുക്കിയപ്പോൾ ആട്ടയെ കയറി ഇടിച്ചിട്ട് പുള്ളിക്കാരൻ നേരെ കയറി വന്ന് നമ്മളെ വണ്ടിയുടെ മുമ്പേണ് കയറി വന്നു. ആർക്കൊരു മുമ്പേണ് കയറി വന്ന് മരുന്ന് നോക്കിയത് ബസ് വന്ന് നിൽക്കുകയാണ് ഇയാൾ കണ്ടത്. പിന്നെ സംഭവം ഇടി നടന്നു. അതിൽ യാത്രക്കാർ 6-7 പേരെ ഉള്ളായിരുന്നു. അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു 6-7 വയസ്സായ ഒരു കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ ഒരു അമ്മേരെ തല കമ്പിലിടിച്ച് തല മുഴച്ച്. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, വർക്കൗട്ട് ടിക്കറ്റൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ വല സൈഡ് ഇരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ ഇട സൈഡ് ചരിഞ്ഞപ്പം കാറ്റങ്ങി വന്ന് വീണു. അവരൊക്കെ പരുക്കുണ്ട്. അല്ല വേറെ വലിയതായിട്ടുള്ള ഇതൊന്നുമില്ല. ടിപ്പറാറൻ കാണിച്ച വേലയാണ്. ഓവർടേക്ക് കയറിയതാണ്. ബസ്സിലുണ്ടായിരുന്ന 7ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ വർക്കല താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ടിപ്പർ ലോറിയിലെ ഡ്രൈവർക്കും പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. റിക്കവറി വാഹനം ഉപയോഗിച്ച് ബസ്സും ലോറിയും അപകടസ്ഥലത്ത് നിന്ന് മാറ്റി. വർക്കല ഫയർഫോഴ്സ് റോഡിൽ വീണ ബസിന്റെ ഭാഗങ്ങളും ചില്ലുകളും വെള്ളം ചീറ്റി കഴുകി. കല്ലമ്പലം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രിയദർശിനി അപകടസ്ഥലം സന്ദർശിച്ചു. കവലിയൂരാണ് നിൽക്കുന്നത്. കവലിയൂരിൽ നിന്ന് വർക്കലയിലേക്ക് പോകുന്ന റോഡിലാണ് അപകടം നടന്നിരിക്കുന്നത്. സ്ഥിരമായി ഇവിടെ ഒരു അപകട മേഖലയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് സുരക്ഷാ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് താലൂക്ക് സഭയിൽ ഈ വിവരം അവതരിപ്പിച്ചുകൊണ്ട് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അടിയന്തരമായിട്ട് ചെയ്യും.